കിടന്നിട്ട് ബാക്കിയുള്ളവർക്ക് തലവേദന ഉണ്ടാക്കും. കളഞ്ഞിട്ട് പോയാൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. ഡേയ്, കയ്യിൽ പെടരുത്. എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാം. മര്യാദയ്ക്ക് പുറത്തേക്ക് വാ. വന്നാ ഞാൻ ക്ഷമിക്കും. ഇറങ്ങി വാടാ. വരാനല്ലേ പറഞ്ഞേ? ഇതെന്താ ഒരു ബെല്ലിന്റെ സൗണ്ട്? കതക് തുറന്ന് ആര് വരുന്നോ അവരോട് ഞാൻ ക്ഷമിക്കും, വെറുതെ വിടും. ആരാ വീണ്ടും ബെല്ലടിക്കുന്നേ? അടുത്ത എന്ത് മാരണമാണ് വരുന്നതെന്ന് അറിയില്ല. ഈ സമയത്ത് ഇത് ആരാ വരുന്നേ? മതിയാക്കട, കതക് തുറക്കാല്ലോ. നോക്കിയതും ഞങ്ങളുടെ സ്വപ്ന റാണി, അഴകിന്റെ രാജകുമാരി, ദേവതയായ ഓബിയ. അയ്യോ, ഓവിയെ പോലുള്ള ആളാ. എന്താണ് ഓവിയ വീട്ടിലേക്ക് വന്നെന്നോ? അതെ, ഓവിയ തന്നെ. ഓവിയോ? ഞാനൊരു ഓവിയ ഫാനാണ് സാർ. ഒന്ന് പോടാ. ഓവിയ അമ്മ പ്രേതം അല്ല, ഓവിയ. ഓവിയ മേഡമാണല്ലേ? ഹായ്. എന്താ ഇത്? ഇതോ കറണ്ട് പോകും വിളക്കെത്തിക്കാനുള്ള സാധനം. ഇത്രയും വലുതോ? എന്റെ അച്ഛൻ ഒരു സയന്റിസ്റ്റാ, അദ്ദേഹം കണ്ടുപിടിച്ചതാ. എന്താ ഈ വേഷത്തിൽ വന്നേ? അല്ല, എനിക്കിവിടെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ലേറ്റ് നൈറ്റ് ആയില്ലേ? ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ ഐ സ്റ്റേ ഹിയർ? എന്താ മേഡം, ഇത് എന്റെ വീടല്ല, ഓവിയായിയുടെ വീട്. അകത്തേക്ക് വരൂ മേഡം, വരൂ. ഒരു കുഴപ്പമില്ല, ഇവിടെ സേഫ് ആയിരിക്കും. കഥക്ക് പോലും ആരും തുറക്കില്ല. ഇതെന്റെ അപ്പൂപ്പന്റെ അന്തപുരമാണ്. എന്തിനാ ഈ കണ്ണിങ്ങനെ കയ്യിൽ വെച്ചിരിക്കുന്നത്? ഈ വീട്ടിലുണ്ടല്ലോ മുഴുവൻ എലിശല്യമാ. അതിനെയൊക്കെ വെടിവെക്കാൻ വേണ്ടിയാ. ദേ അങ്ങോട്ട് നോക്ക്. ദാ ഇപ്പൊ കണ്ടോ? ഇപ്പൊ തല ചെതറി കാണും. നിങ്ങൾ ഇത്ര ഭയങ്കരനാണല്ലേ? ഞാനും ഈ തോക്കുമായിട്ട് എപ്പോഴും ഇവിടെ കാണും. ആ റൂമാണ് നിങ്ങളുടേത്. അകത്ത് പോയി കാണും. താങ്ക് യു സോ മച്ച്. എക്സ്ക്യൂസ് മീ മാഡം, നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ താങ്ക് യു. നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കൂന്ന് അറിയാം. താങ്ക് യു. അതുപോലെ നന്നായിട്ട് അടിക്കൂന്നും അറിയാം. വെള്ളം കുടിക്കുമെന്നാ പറഞ്ഞേ. ഓ അങ്ങനെയാണോ? ഇഷ്ടപ്പെട്ടോ? പേരെന്താ പറഞ്ഞേ? ആ മണി. ഓ സോ സ്വീറ്റ്. മണി, എനിക്ക് ചൂടായിട്ടൊരു കോഫി. മേടപ്പൊക്കോ ഇപ്പൊ ഇട്ടോണ്ട് വരാം. ഒന്നേ. ആരാണ് അകത്ത് കയറിയത്? എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലും ഞാൻ. മര്യാദക്ക് ഞാൻ പറയുന്ന കേൾക്കണം, ഇല്ലെങ്കിലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. എന്തോന്നിട്ട് കുട്ടികളോ? അവൻ കുട്ടികളെ വെച്ച് നിന്നെ പഴി വാങ്ങിപ്പിക്കുമെന്തോ? പൈന്റ് വാങ്ങണമെന്നാ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ വാങ്ങിച്ചു വെക്കായിരുന്നല്ലോ. കാപ്പി എന്തിനാ ചോദിച്ചേ? എരുമ. എന്തായാലും ഇട്ട് കൊടുക്കാം. അത് കനങ്ങാതെ പോടാം, മരമണ്ടം അല്ല. പെണ്ണുങ്ങൾക്ക് ചായ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നവരെക്കാൾ വീട്ടിൽ സ്വന്തം കൈകൊണ്ട് ഇട്ട് കൊടുക്കുന്നവരാണ് ഇഷ്ടം. അവൻ കറക്റ്റ് റൂട്ട് തന്നെ മാമ പിടിച്ചിരിക്കുന്നത്. നമ്മുടെ തലയിലെടുത്ത് എന്ത് പറയാനാ? നിങ്ങൾ പുറത്തു വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാപ്പിപ്പൊടി എവിടെ ഇരിക്കണമെന്ന് പറയാൻ ചെവിയായിട്ടുണ്ടേ. ഓക്കെ, താങ്ക് യു. ഇതാര ശബ്ദം? ശരി, ആദ്യം കാപ്പി കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് ചോദിക്കാം. മണി, മണി, ദാ വരുന്നു മേഡം. മണി. എവിടെ എന്തോന്നിന് കിടന്ന് വിളിക്കണത്? ഞാൻ വരുന്ന കണ്ടില്ലേ? ഇപ്പോഴാ നേരിട്ട് കണ്ടേ. ദാ മണി, ഒരു ബാഡ് ന്യൂസ്. എന്താ? നിങ്ങളുടെ കാമുകൻ കളഞ്ഞിട്ട് പോയോ? ഇതുവരെ റെഡി ആയില്ല. സോ നൈറ്റ് ഞാനിന്ന് ഇവിടെ സ്റ്റേ ചെയ്തോട്ടെ. ഇത് ആര് പറഞ്ഞത് ബാഡ് ന്യൂസ്? ഇത് ഗുഡ് ന്യൂസ്. കട്ടിലൊക്കെ ഒരുപാടുണ്ട്, അതിന്റെ അടിയിൽ വേണമെങ്കിലും കയറി കിടക്കാം. പക്ഷേ ഇവിടെ സ്റ്റേ ചെയ്യുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. എന്താ മേഡം? എനിക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. ഫുള്ള് വേണമെന്നാണോ? കട ഇപ്പൊ അടച്ചു കാണുമല്ലോ. മണി, ഒറ്റയ്ക്ക് ഉറങ്ങുമ്പോ ഒരു ടെഡിബെയറിനെ കെട്ടിപ്പിടിച്ചാ ഉറങ്ങാറ്. ഇതാരാ പറഞ്ഞത് വൃത്തികേടാണെന്ന്? ഇത് നല്ലതാണല്ലോ. എന്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നിങ്ങൾ ടെഡിബെയർ പോലെയായിരിക്കുന്നത്. വഴിക്ക് വന്നു. ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിച്ചുറങ്ങില്ലേ? എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാന്നോ? ഞാൻ പോയി കുളിച്ചിട്ട് വരാം.
വെളുക്കുമ്പോ കുളിക്കണ നേരത്ത് പിന്നിൽ നിന്ന് അപ്പ, കുഴപ്പമില്ല, തലേണ വന്നു. അയ്യോ അടിപൊളി മണി, ഇത് മതി. താങ്ക് യു സോ മച്ച്. അത് തന്നെ. ആരാടാ ഈ സമയത്ത് ഇതുകൊണ്ടൊന്ന് വിടട്ടെ? എന്തു പറ്റി? കൊതുക് നന്നായി കടിക്കുന്നു. ആ, വേറെ റൂമുണ്ടോ? വേറെ റൂമിലാ. അതെ. ശരി, വന്നോ. യെസ്. മണി, നിന്റെ കാര്യം തീർന്നടാ. ദാ വരുന്നടാ. എന്റെ കൺവെട്ടത്തിൽ എവിടെയെങ്കിലും നിന്നെ കിട്ടിയ നീ വേറെ, നിന്റെ പരിപ്പ് വേറെ. എത്ര നാളായാലും കുഴപ്പമില്ല, 1 വർഷമായാലും കുഴപ്പമില്ലടാ. നിന്റെ മുന്നിലും പിന്നിലും ഞാൻ കുത്തി കീറുവിടാ. മണിയൻ കല്യാണം കഴിച്ചതുപോലും ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല. അവൻ ഓവിയെ പോലും വളച്ചെടുക്കുമെന്ന് ഞങ്ങൾക്ക് പേടിയായി. അതൊരിക്കലും നടക്കരുത്. അതിനുവേണ്ടി അവൻ്റെ കല്യാണ ഫോട്ടോ കൊണ്ടുവന്ന് ഓവിയോ കാണത്തക്ക രീതിയിൽ വെച്ചത്. അയ്യോ, കോമ്പിനേഷൻ കണ്ടില്ലേ? കറുപ്പ് ചട്ടിയിൽ വെള്ള കേക്ക് ഉച്ച പോലെ ഉണ്ട്. സോറി മാഡം, അറിയാതെ വീണുപോയതാ. എന്റെ ജനനം തന്നെ ആ റൂമിലാ. ഞാൻ ജനിച്ചതോടെ ആ റൂമിൽ കിടന്ന മുത്തശ്ശി ചത്തുപോയി. അവിടെ ആരും പോവാറില്ല, നിങ്ങൾ വെക്കോ. ഓക്കേ. മുകളിൽ എന്താ ഉള്ളേ? നിങ്ങൾക്ക് താഴെ എവിടെ വേണമെങ്കിലും പോവാം, പക്ഷേ ഈ മുകൾ ഭാഗത്ത് ഒരിടത്തും പോവാൻ പാടില്ല, മനസ്സിലായോ? ഇതാരുടെ ഇവിടെ കൊണ്ടുവച്ചേ? എനിക്ക് കല്യാണ പ്രായം ആയില്ല മാഡം. കള്ള തെമ്മാടി പറ്റിക്കാൻ പറയുക. വെള്ളക്കാരിയുടെ പറയുന്നേല്ലേ? കഴിച്ചു മാഡം, ഒരു പ്രാവശ്യം. അത് പറയാൻ എന്തിനാ മടിക്കുന്നേ? അത് പിന്നെ മാഡം, 86-ലെ കത്തിലൂടെ പ്രേമിച്ചു. 2K കിഡ്സ് എല്ലാം ട്വിറ്ററിലൂടെ പ്രേമിച്ചു. 96-ലുള്ള ഞങ്ങളൊക്കെ എവിടെ പോയി കിടന്ന് പ്രേമിക്കാനെന്ന് വിചാരിച്ച് കാലം പോയി. അതോടെ പ്രേമത്തോടും വിശ്വാസമില്ല, കല്യാണത്തോടും വിശ്വാസമില്ല, പിന്നെ ദൈവത്തിലും വിശ്വാസമില്ല. പക്ഷെ ഇപ്പൊ വിശ്വാസം വന്നു. എന്തിനെ കുറിച്ചാ? ദൈവത്തിൽ. ഭയങ്കര. നിനക്ക് ഓസ്കാർ കിട്ടൂടാ. എപ്പോഴും ഓർമ്മിക്കാൻ ഒരു സെൽഫി എടുത്തോട്ടെ. സെൽഫി എന്തിനാ? റീൽസ് ചെയ്തേക്കാം. ശരി ശരി, വരൂ വരൂ വരൂ. ഒന്ന് ചിരിച്ചേ. അങ്ങനെ 90s നോട്ടി ഞാനേ, 2K ബ്യൂട്ടി നീയേ നീയേ ഇടി നീയേ. ഓവ്യ ഓവ്യ, ഉമ്മ കൊടുക്കാൻ പോലും സമ്മതിക്കത്തില്ല. നിങ്ങൾ ആരാ? നിങ്ങൾ? ഞാൻ മാമൻ. വരൂ. മാമനോ? അതെ മോളെ. എന്നെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്റെ അച്ഛന്റെ കൈവശമായിരുന്നപ്പോഴാ ഈ വീട് മൊത്തത്തിൽ ഞാൻ കണ്ടത്. ഞാനന്ന് അമേരിക്ക, ജർമ്മൻ, ഫ്രാൻസ് അങ്ങനെ റിട്ടേൺ. എങ്ങും ജോലി കിട്ടാഞ്ഞതുകൊണ്ട് ഫൈനലി ഓസ്ട്രേലിയയിൽ പോയി സിമ്പിളായി സെറ്റിൽഡായി. അവിടെ ആണെങ്കിൽ ആൻഡ്രിയ, സേൻഡ്രിയ, മാൻഡ്രിയ എന്ന് 4. എവിടെ എങ്ങോട്ട് പോയി? അല്ല, ഞാനിതിപ്പോ എവിടാ നിൽക്കുന്നത്? ഓവിയ വന്നു, നടുവിന് കയറി പിടിച്ചു. നടുവ് കാണാനില്ല. വെളിയിൽ പോയി നോക്കാം, നടുവുണ്ടോ? മാമയ്ക്ക് പുതിയ ഏതോ ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. തൊട്ട് നോക്കി, പക്ഷെ ഇടുപ്പില്ല. ഇടുപ്പ് കാണാനില്ലടാ. നമ്മുടെ താരറാണിയുടെ ഇടുപ്പിനെ കുറിച്ച് കേരളം മുഴുവൻ അറിയാം. 0 സൈസ് ആണെന്ന് എന്റെ അടുത്താണ് നിങ്ങൾ പറയുന്നത് കേക്കടാ. കിളവാ, നിങ്ങൾ ഈ തൊട്ട് തലയോടി നിൽക്കുന്നത് ഞാൻ കണ്ടു. ചുമ്മാ അടന്ന് പുലമ്പാതെ. തൊട്ട്, പക്ഷെ ഇടുപ്പ് കാണാനില്ല. എടാ മുതുക്ക് കിളവാ, എന്തിനടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? തൊട്ട ഉടനെ ഷോക്ക് അടിക്കുന്നതാ. എന്റെ താരറാണിയെ കണ്ടാലേ ഷോക്ക് അടിക്കും, അപ്പൊ പിന്നെ തൊട്ടാ ഷോക്ക് അടിക്കൂലേ? ഇപ്പൊ നോക്ക്, ഞാനിപ്പോ എന്താ കാണിക്കാൻ പോണെന്ന്. മാത്രം ഇടുപ്പിൽ പിടിച്ചോണ്ടിരുന്ന അവധി ഞങ്ങളെന്തോ പഴം വെച്ചോണ്ടിരിക്കാൻ എന്താ കൊല്ലണോന്നാ? എന്താ ചെയ്തേ പറ്റുള്ളൂ. വാ, ഓടിപ്പോയി നമുക്ക് പോയില്ലടാ, പോ. ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞൊന്നും മൈൻഡ് ചെയ്യാതെ ഓവിയായ പൊക്കാൻ പോയി. എല്ലായിടത്തും നിങ്ങളുടെ അച്ഛൻ കൂട്ടിയിൽ ചിരിച്ചോണ്ടല്ലേ ഇരിക്കുന്നേ? ഭയങ്കര തമാശക്കാരനായിരുന്നു. അച്ഛനാണത്രേ. മരണ വീട്ടിൽ ചിരിച്ചോണ്ടിരിക്കും. അതുപോലൊരു പ്രാന്ത സയന്റിസ്റ്റാ. ഇതിനൊക്കെ ആരാ അച്ഛൻ എന്ന് പറയുന്നേ? പോസിറ്റീവേ ഇല്ല, നെഗറ്റീവ് മാത്രം. എന്ത് കാര്യത്തിനൊക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങയുടെ സ്വഭാവം കൊണ്ട് അയാൾ ആരും അംഗീകരിക്കാറ് പോലുമില്ല. അത്രമാത്രം വൃത്തികെട്ട ആളാ. ഒരു തവണ തീരുമാനം എടുത്താൽ ഓവി എല്ലാ വേറെ ഏവളായാലും ഞങ്ങൾ അഴിച്ചു നോക്കിയപ്പോഴാണ് അറിയുന്നത് അത് ഓവിയല്ല, പ്രേതമാണെന്ന്. യു ഡോണ്ട് ഫിയർ. എടാ, പെണ്ണിനെ പൊക്കാൻ പറഞ്ഞ ബൊമ്മ എടുത്തോണ്ട് വന്നിരിക്കുന്നത്. ഇതെന്താ അത്ഭുതോടാ ഇത്? നിങ്ങല്ലേ എടുത്തോണ്ട് വന്നത്? പിന്നെ പറഞ്ഞേ അത് ഓവിയ അല്ലടാ,
പ്രേതമാ. പ്രേതമാണെങ്കിൽ കാണാൻ സുന്ദരിയല്ലേ? അവളെ പൊക്കിക്കൊണ്ട് വന്നൂടായിരുന്നോടാ. എടാ മുതുക്ക് പ്രാന്താ, നിന്റെ തലക്കകത്ത് വല്ലതും ഉണ്ടോടാ? എടാ ഉണ്ണിയപ്പ തലയാ, ഞങ്ങൾ രണ്ടുപേരും ഉറപ്പായിട്ടും പറയുന്നു അത് പ്രേതമല്ലെന്ന്. എന്നെ കാണിക്കടാ, എന്നെ കാണിക്കടാ. ഡാ, നിങ്ങൾക്കാർക്കും അവള് പ്രേതമാണെന്ന് മനസ്സിലാവത്തില്ലടാ. പ്രേതമോ? യെസ്, ഷീസ് എ ഗോസ്റ്റ്. മുകളിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ്? ഞാനും മോളിൽ പോയിട്ട് ഒരുപാട് നാളായി. അവിടെ പോകാനായിട്ട് എൻ്റെ അമ്മ സമ്മതിക്കില്ല. ഒരു ദിവസം ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് മുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു. നമ്മൾ എന്തുമാത്രം കോമഡി പറഞ്ഞാലും ഒരു ചിരി പോലും നൽകാതെ അവിടെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും, ഇല്ലേ കരയും. ഞാൻ എന്തുമാത്രം കോമഡി പറഞ്ഞാൽ അയാൾ ചിരിക്കാറേ ഇല്ല. എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു വൃത്തികെട്ടവനാ. അയ്യോ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്റെ വയറ് കത്തുന്നു. അയ്യോ, എരിഞ്ഞിട്ട് പാടില്ല. എന്ത് മനുഷ്യനാ മാമാവായി, പ്രേതത്തിന്റെ കൂടെ അല്ലേ സഹവാസം? ഡാ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോടാ, നിങ്ങളല്ലയോ കേൾക്കാൻ ഞാൻ. മാമ ഇടുന്ന നന്നായിട്ട് ഇടി കിട്ടും. അതിന് ഭേദം ഇവിടെ എത്ര വേഗം പോകുന്നതല്ല. വാ പോവാം. വരുന്നടാ ഇവിടുന്ന് മാമ, പോവാം. മണി. ഡാ, അവൻ ശരിയാവത്തില്ലടാ, നമുക്ക് പോവാം. മാമ നോക്ക് മാമ, ബാല്യകാല സുഹൃത്ത് മണി എങ്ങനെ വിട്ടിട്ട് പോകും മാമ? എത്രയൊക്കെ മണിയൻ ശത്രുവാണെങ്കിലും ഒരു കാലത്ത് ഞങ്ങളുടെ സുഹൃത്തായിരുന്നില്ലേ? അതുകൊണ്ട് ഓവിയിൽ നിന്ന് മണിയനെ രക്ഷിക്കണം.